പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നെനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള വിഷയം ബാലനായ ദാവീദ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിൻ്റെ വസന്തകാലത്ത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ പ്രായത്തിൽ ദാവീദ് എന്ന ഇടയബാലന്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രായത്തെക്കുറിച്ചോ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചോ ഓർത്ത് ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ വലിപ്പമോ പ്രായമോ അല്ല ദൈവം നോക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. വിശുദ്ധ ബൈബിളിൽ 1 തിമോത്തിയോസ് 4:12 അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, ആരും നിന്റെ യൗവനത്തെ നിസ്സാരമാക്കാൻ ഇടയാകരുത്. പിന്നെയോ വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ ബാല്യകാലം ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രായോഗിക മാറ്റം കൊണ്ടുവരാൻ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി നിങ്ങളെ താരതമ്യം ചെയ്താൽ ഉടനെ ആ ചിന്തയെ മാറ്റി നിർത്തുക. കാരണം ദൈവം നിങ്ങളെ അത്ഭുതകരമായി രൂപപ്പെടുത്തിയതാണ്. സങ്കീർത്തനം 119:9 നാം വായിക്കുന്നു, ഒരു ബാലൻ തന്റെ വഴി ഏതിനാൽ വെടിപ്പാക്കും? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് കൊണ്ടത്രേ. ഈ ബോധ്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു തരം ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ആരും കാണാതെ പോകുന്ന നിങ്ങളുടെ നല്ല ചിന്തകളും പ്രാർത്ഥനകളും ദൈവത്തിന്റെ മുന്നിൽ നിങ്ങളെ വലിയവരാക്കുന്നു. ആ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവ് എന്തിനേയും നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകും. ദാവീദിന്റെ ജീവിതത്തിൽ ഗോലിയാത്തിനെ പോലെ പേടിപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും വന്നേക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗോലിയാത്ത് എന്നത് ഒരുപക്ഷെ സ്കൂളിലെ പഠനഭാരമോ അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളോ ആകാം. അപ്പോൾ ദാവീദിനെ പോലെ നമുക്കും ധൈര്യമായി പറയാം. 1 ശമൂവേൽ 17:37 ദാവീദ് പ്രഖ്യാപിക്കുന്നത് ഇതാണ്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കും. ഈ ധൈര്യം എവിടെ നിന്നാണ് ദാവീദിന് ലഭിച്ചത്? അവൻ തന്റെ ശക്തിയിലല്ല, മറിച്ച് തന്നെ ഇതുവരെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കരുത്തിലാണ് ആശ്രയിച്ചത്. വിശ്വാസത്തിന്റെ ഈ ഉറപ്പിനെക്കുറിച്ച് സങ്കീർത്തനം 23:1 ദാവീദ് പാടുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകയില്ല. വിശ്വസ്തനായ വിശുദ്ധ അത്താനാസ്യോസ് പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, വിശ്വാസമുള്ള ഒരു കുട്ടിക്ക് ലോകത്തെ മുഴുവൻ കീഴടക്കാം. കാരണം അവനോടൊപ്പം സൃഷ്ടികർത്താവുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ ലോകത്തെ കീഴടക്കാൻ കഴിയും? അതാണ് വിശ്വാസത്തിന്റെ ശക്തി. നമ്മുടെ കഴിവുകൾ ചെറുതാകാം, പക്ഷേ നമ്മെ നയിക്കുന്ന ദൈവം സർവശക്തനാണ്. ഈ വലിയ സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം പതുക്കെ അപ്രത്യക്ഷമാകും. ദാവീദ് രാജാവായത് ഒറ്റ ദിവസം കൊണ്ടല്ല, അവൻ ആടുകളെ നോക്കുന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ടാണ്. സങ്കീർത്തനം 78:70 മുതൽ 72 വരെ നാം വായിക്കുന്നു, അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുക്കുകയും തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കുവാൻ അവനെ ആടുകൂട്ടത്തിൽ നിന്ന് വരുത്തുകയും ചെയ്തു. അവൻ തന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥതയാൽ അവരെ മേയിച്ചു. വലിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന വിശ്വസ്തതയാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. സദൃശ്യവാക്യങ്ങൾ 22:6 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ബാലന് നടക്കേണ്ട വഴി ശൈശവത്തിലെ തന്നെ അവനെ പഠിപ്പിക്കുക. വൃദ്ധനാകുമ്പോഴും അതിൽ നിന്നും തെറ്റിപ്പോകുകയില്ല. വിശുദ്ധ കൂറിലോസ് പിതാവ് നമുക്ക് നൽകുന്ന ഉപദേശം ഇതാണ്, ചെറിയൊരു കല്ല് ദാവീദിന്റെ കയ്യിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുന്നവരെ ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. നമ്മൾ പലപ്പോഴും കരുതുന്നത് എപ്പോഴാണോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോഴാണ് ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നത് എന്നാണ്. എന്നാൽ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ്. ഇതൊരു പ്രായോഗിക പാഠമാക്കാം. ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവം തന്നിരിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരാകണം. വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളായാലും സ്കൂളിലെ പാഠഭാഗങ്ങൾ പഠിക്കുന്നതായാലും അത് പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും ചെയ്യാൻ ശ്രമിക്കുക.
ആരും കാണാതെ നിങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വിശ്വസ്തതയാണ് നാളെയുടെ വലിയ വിജയങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ദാവീദിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവന്റെ പ്രാർത്ഥനയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ വഴി ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിക്കാൻ പഠിക്കണം. വിശുദ്ധ ഇസഹാക്ക് സിറിയൻ പിതാവ് പറയുന്നു, പ്രാർത്ഥന ഒരു സ്വർണ്ണച്ചങ്ങലയാണ്. അത് നമ്മെ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാകുകയും ദൈവത്തിന്റെ വലിപ്പം വലുതാകുകയും ചെയ്യുന്നു. ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം. ദൈവം തന്ന ചെറിയ കാര്യങ്ങൾക്ക് ദാവീദ് എപ്പോഴും നന്ദി പറഞ്ഞിരുന്നു. നമ്മൾ പലപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയാറുണ്ട്. എന്നാൽ ഉള്ളതിൽ തൃപ്തിപ്പെടാനും നന്ദി പറയാനും നമ്മൾ പഠിച്ചാൽ ദൈവം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. സങ്കീർത്തനം 104-ാം അധ്യായം 33-ാം വാക്യം പറയുന്നു, എൻ്റെ ആയുഷ്കാലമെല്ലാം ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഞാനുള്ളപ്പോൾ എൻ്റെ ദൈവത്തിന് സ്തുതി പാടും. അവസാനമായി പ്രിയ കുട്ടികളെ, നിങ്ങൾ ദാവീദിനെ പോലെ ചെറുതാണെങ്കിലും നിങ്ങളുടെ വിശ്വാസം വലുതാകട്ടെ. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം കൂടെയുണ്ടെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ മുന്നിലെ ഗോലിയാത്ത് എത്ര വലുതാണെങ്കിലും സങ്കീർത്തനം 27-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, കർത്താവ് എൻ്റെ പ്രകാശവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? കർത്താവ് എൻ്റെ ജീവന്റെ ബലമാകുന്നു, ആരെന്നെ ഭയപ്പെടുത്തും? ദാവീദിനെ പോലെ നിങ്ങളുടെ വിശ്വാസം എന്ന കവണയുമായി മുന്നോട്ടു പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. ജയ് ക്രൈസ്റ്റ്.